Welcome to Thank you. Welcome to Narrations with Meera Nair. And മീര പറഞ്ഞതുപോലെ എല്ലാവർക്കും അറിയാം എന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളെ അല്ല. ആ RJ VJ ആ ഒരു ഫേസ് എങ്ങനെ അതിലോട്ട് വന്നു? ഞാൻ എഞ്ചിനീയർ ആവണം എന്ന് വിചാരിച്ചിരുന്ന ആളെ അല്ല. ഇത്ര ആൾക്കാരെ നടുക്ക് നിന്ന് ഷോ ചെയ്യാന്ന് പറയുന്നതും ഇറ്റ്സ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. അത് what actually inspired you to start or to be a content creator? ഒരു കോമഡി കോണ്ടന്റ് അല്ലാതെ ഞാൻ ഒരു രീതിയിലും ബ്രാൻഡ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. അതേ ഇതിൽ തന്നെ അപ്പം ഇത്രയും നാളായിട്ട് ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്കിൽ പുതുതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും, അല്ല കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ല ഗെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തൊക്കെയായിരിക്കും ആ സ്കില്ല് കുറേ ഗെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അത് ഒന്ന് രണ്ടൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് എഡിറ്റിംഗ് തീരെ അറിഞ്ഞൂടായിരുന്നു. അപ്പം ഞാൻ കോണ്ടന്റ്സ് എഡിറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് നമ്മളിപ്പോൾ ചെയ്യാൻ നമുക്ക് ഒന്നാമത്തെ നമുക്ക് റെഫറൻസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ. ഇപ്പം അതും ഓൾറെഡി മെഗാ ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ കണ്ടിട്ട് അവരെ സ്റ്റൈലിൽ അവരെന്തൊക്കെ ചെയ്യുന്നതാണ് നമുക്കത് കണ്ടുപഠിക്കാം. അത് അവരെങ്ങനെ ചെയ്യുന്നു, ആ ഒരു എഡിറ്റ് അവരെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കത് കണ്ടുപഠിക്കാം. പിന്നെ അതിൽ നിന്ന് നമുക്ക് എന്ത് ഇംപ്രവൈസ് ചെയ്യാമെന്നും കൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം ആ ഒരു സ്കില്ല് ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ടെന്നല്ല, ഏറെക്കുറെ പഠിക്കുന്നുണ്ട് ഓൺ ദ ട്രാക്ക്. പക്ഷേ യെസ്, അതിപ്പോൾ എനിക്ക് ഇഷ്ടമാണ്. ആ ഒരു സ്കില്ല്, എഡിറ്റിംഗ് എന്നുള്ള സ്കില്ല് എനിക്ക് കുറച്ച് ഇഷ്ടമാണ്. അതിനകത്ത് കുറച്ച് വോയിസ് എഫക്ട്സ് കൊടുത്ത് അങ്ങോട്ടാക്കുക, വോയിസ് എഫക്ട്സ് കൊടുത്ത് ഇങ്ങോട്ടാക്കുക, അതെനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഓൾസോ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റാണ് ഞാൻ പഠിച്ചെടുത്ത ഏറ്റവും വലിയ സ്കില്ലെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം ഇപ്പോൾ പേഴ്സണലി ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത 3 പേജസ് ഉണ്ട്. ആൻഡ് ദെൻ ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഐ എം പാർട്ട് ഓഫ് ആ ഒരു പേജ് ഡെവലപ്പ് ചെയ്തതിൻ്റെ ഒരു വലിയൊരു ഭാഗമാവാൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു സ്കില്ല് ഐ ബിലീവ് ഐ ഹാവ് ലേൺഡ് ഇറ്റ് വെരി ഡീപ്ലി. ലൈക്ക് ഞാൻ എങ്ങനെയായിരിക്കും, എന്തൊക്കെ ട്രെൻഡ് വർക്ക് ആവും, എന്തൊക്കെ നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റും, ഇതൊരു സാധനം റണ്ണിങ് ആണോ, നമുക്ക് ഇൻസ്റ്റയിൽ ഇത് വർക്ക് ആവുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലോ, ആ ഒരു സ്കില്ലിൻ്റെ ഏറെക്കെ ഒരു ഭാഗം ഐ ലേൺഡ്. അല്ലെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഐ ലേൺഡ് എന്ന് പറഞ്ഞാൽ ചെയ്തും പഠിച്ചു, പിന്നെ ഞാൻ കോഴ്സ് ചെയ്തും പഠിച്ചു. ഐ ഹവ് ഡൺ ബോൺ ഓൺ ഇൻസ്റ്റാഗ്രാമിൻ്റെ കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ അവരുടെ ക്ലാസ്സസും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സ്കില്ലും എൻ്റെ ഉള്ളത് കൊണ്ട് ഐ ബിലീവ് ആ ഒരു മാനേജ്മെൻറ്റ് സ്കിൽസ് എൻ്റെ ഒരുപാടുണ്ട്. സോ അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള സംഭവമാണ്. ഇപ്പം ഗ്രോ ചെയ്ത് വരുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് വെൻ ദേ ആസ്ക് ഫോർ ഹെൽപ്പ്, എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ജെനുവിൻലി. എടാ ഇത് ചെയ്ത് നോക്ക്, നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ. അത് പക്ഷേ അവർ ചെയ്യണം, ചെയ്താലേ പറ്റുള്ളൂ. നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ. ചിലപ്പോൾ അത് വർക്ക് ആവില്ല കേട്ടോ. അപ്പോൾ പിന്നെ അടുത്ത സാധനം ട്രൈ ചെയ്യാന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കത് അടുത്ത ഇത് ട്രൈ ചെയ്യാന്നും കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ ഐ എം റിയലി ഹാപ്പി ദാറ്റ് അങ്ങനത്തെ കുറച്ച് സ്കില്ലുകൾ എൻ്റെ കയ്യിലുണ്ട്, വെർ ഐ ക്യാൻ സർവൈവ് വിത്ത് വാട്ട് ഐ ഹാവ്. അത് ഐ എം റിയലി ഹാപ്പി. ഇനി ടു അവർ ഓഡിയൻസ് ആൻഡ് എസ്പെഷ്യലി ടു അപ്കമിങ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളൊരു നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എഴുതുന്നു. കാരണം ഇതൊരു സ്റ്റഡി ക്ലാസ് പോലത്തെ ഒരു സംഭവമായി മാറും. ബിക്കോസ് ഹി ഈസ് വെൽ വേഴ്സ്ഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ തിങ് കോൾ കോണ്ടന്റ് ക്രിയേഷൻ. സോ യാ, അപ്പം അതേ ഇതിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം, ഇപ്പോൾ വളരെ ഇതായിട്ട് യൂസ് ചെയ്യുന്ന 2 ആപ്പ്, ഫ്രീക്വൻ്റ്ലി എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 2 ടൂൾസ്, ആപ്സ് എന്തൊക്കെയാണ്? ഒന്ന് LumaFusion ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എഡിറ്റിങ്ങിന് വേണ്ടി. LumaFusion പിന്നെ എല്ലാവരും യൂസ് ചെയ്യുന്ന VN യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഷോട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് 3 ഞാൻ എഡിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി തംബ്നെയിൽ ആ സാധനം ക്യാൻവ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ആപ്സ് ആയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് എന്താ പറയുക, നിങ്ങൾ അത്ര ഒരു ഇപ്പം നമുക്ക് ആപ്പ് ഏതാണെങ്കിലും നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പം ജസ്റ്റ് ഇപ്പം VN ഒക്കെ നോക്കുകയാണെങ്കിൽ VN നമ്മൾ ഒരു തവണ എടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് അത് ഓക്കെ, അല്ലെങ്കിൽ പ്രോജക്റ്റ് ഡിലീറ്റ് ചെയ്താൽ വീണ്ടും നമുക്ക് ഒരു പ്രോജക്റ്റ് കൂടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയത് ഐ ബിലീവ് ഇസ് ഹൗ കൺസിസ്റ്റൻറ്റ് യു ആർ. ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, ഏതാണെങ്കിലും നമ്മൾ എന്തുമാത്രം കൺസിസ്റ്റൻ്റ് ആണെന്നുള്ളത് അൽഗോരിതത്തിന് മനസ്സിലാവും. അൽഗോരിതം വിൽ എക്സ്പെക്ട് അസ് ടു ഗിവ് കോണ്ടന്റ്സ്. ഇപ്പം നമ്മൾ ഇന്ന് ഒരു കോണ്ടന്റ് കൊടുക്കുന്നുണ്ട്, ഇന്ന് എന്താഴ്ച, ഇന്ന് സൺഡേ ഒരു കോണ്ടന്റ് കൊടുക്കുന്നുണ്ട്, ബുധനാഴ്ച ഒരു കോണ്ടന്റ് കൊടുക്കുന്നുണ്ട്, ശനിയാഴ്ച ഒരു കോണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ആ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്താൽ മതി. ആ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അൽഗോരിതം ഈസ് റെഡി ടു പുഷ് യുവർ കോണ്ടന്റ്. അൽഗോരിതം ആ ഒരു സമയത്ത് വീണ്ടും നമുക്ക് പുഷ് ചെയ്യാൻ റെഡി ആയിരിക്കും. ഇപ്പം യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് എപ്പോഴാണ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്, ടൈമിംഗ്. അപ്പം അതിനകത്ത് അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ അവർ തന്നെ കാണിച്ചു തരും എപ്പോഴാണ് നമ്മുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പം ആ ഒരു അനലിറ്റിക്സ് ശരിയാണ്, യൂട്യൂബിൻ്റെ അനലിറ്റിക്സ് വളരെ ശരിയാണ് ഇൻസ്റ്റാഗ്രാമിനെക്കാളും. പക്ഷേ അവിടെയും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയം, നമുക്ക് തോന്നുന്നത് നമ്മുടെ ഓഡിയൻസ് ഇന്ന സമയത്ത് ആക്റ്റീവാണ് എന്ന് ആലോചിച്ച് നമ്മൾ ആ സമയത്ത് സ്ഥിരമായിട്ട് കോണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ ആ അനലിറ്റിക്സ് മാറി നമ്മുടെ രീതിയിലാവും. അപ്പം
അപ്പം യൂട്യൂബിനെ അറിയാം ഈ സമയത്ത് ഇയാൾ കണ്ടന്റ് തരും, അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഇയാൾക്ക് ട്രാക്ഷൻ കൂടുതലായിരിക്കണം എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പോകും. അപ്പോൾ ഐ ക്യാൻ ഷോ യു സ്ക്രീൻഷോട്ട്സ്, എൻ്റെ ഒരു സ്ക്രീൻഷോട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം സ്ക്രീൻഷോട്ട്സ് എടുത്ത് വെക്കുക. എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് കയ്യിൽ വേണം. ഇന്ന ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് ഇതായിരുന്നു ട്രാക്ഷൻ, ഇതിൻ്റെ അടുത്ത ദിവസം ഞാൻ ചെയ്തപ്പോൾ ഇതായിരുന്നു ട്രാക്ഷൻ. സോ വാട്ട് യു ഡു, ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുക ആൻഡ് സ്വന്തം കണ്ടൻറ്റ് മാത്രം കൊടുക്കുക. അതായത് വേറെ ആൾക്കാരുടെ കണ്ടൻറ്റ്, ഞാനിപ്പോൾ കണ്ടൻറ്റ് ഇൻസ്പയർ ആവാം, അത് തെറ്റില്ല, പക്ഷേ ഒരാൾ കണ്ടൻറ്റ് ചെയ്ത സാധനം നമ്മൾ പക്കായിട്ട് മോഷ്ടിച്ച് ഇപ്പുറത്ത് ചെയ്യാതിരിക്കുക എന്നുള്ളത് വലിയൊരു പോയിൻ്റാണ്. അപ്പം ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും ആരും കാണുന്നില്ലല്ലോ, നമുക്കിങ്ങനെ ചെയ്യാറില്ല, അങ്ങനെ തോന്നും. പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ ഒരു കാലക്കേടുന്നോ അല്ലെങ്കിൽ അയാളുടെ കാലക്കേടുന്നോ ആയിരിക്കാം ഇത് കയറി പോകുന്നത്. എനിക്ക് സംഭവിച്ച ആളാണ്. ഞാൻ ഇനിഷ്യൽ സ്റ്റേജസിൽ ഞാൻ ഒരു കണ്ടന്റ് ചെയ്തിരുന്നു, അത് അത്യാവശ്യം എനിക്കൊരു 4-5 മില്യൺ അടിച്ചു. പക്ഷേ അത് നോർത്ത് ഇന്ത്യയിലുള്ളൊരു ക്രിയേറ്റർ ഇവിടെ നിന്ന് ചൂണ്ടി എടുത്തത് റീച്ച് ചെയ്തു. പുള്ളിക്കാരൻ 50 മില്യൺ വ്യൂ കിട്ടിയത്. അപ്പം ഞാനത് സ്റ്റോറി ഇട്ടിരുന്ന ഒരു ദിവസം, ഞാൻ പറഞ്ഞു ഇത് എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടു. പക്ഷെ നമുക്കൊന്നും ചെയ്യാനില്ല, അവർ ചെയ്തു വേറെ ഒന്നും നമുക്കതിനെ പ്രത്യേകിച്ച് പറയാനില്ല. പക്ഷേ ദാറ്റ് ഇസ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. അതൊരു എത്തിക്സിൻ്റെ സാധനമൊക്കെയാണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ആൻഡ് ദെൻ പിന്നെ വേറെ ഒരുപാട് പേര് മൂവീസിന്റെ സീൻസ് ഒക്കെ എടുത്ത് കോപ്പി ചെയ്തിടുന്നുണ്ടെങ്കിൽ അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വന്തം ഫേസ് വെച്ച് എക്സാക്ട്ലി സ്വന്തം ഫേസ് വരുന്ന കോണ്ടന്റ്സിനെ കൂടുതലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അതെ ഇതൊരു ചെറിയ ബേസിക് കാര്യങ്ങളും എനിക്കും കുറേ പേർക്ക് കുറേയൊക്കെ ഡൗട്ടുകളുണ്ട്. ഇപ്പം എനിക്കും ചില കാര്യങ്ങൾ എഡിറ്റിംഗ് വരുമ്പോൾ എനിക്കും ഡൗട്ടുകൾ വരാറുണ്ട്. അപ്പോൾ ഐ ഫീൽ ലൈക്ക് അയ്യോ ഇതെങ്ങനെ എഡിറ്റ് ചെയ്യും, അങ്ങനെ എഡിറ്റ് ചെയ്യണോ, ഇത് ഞാനിപ്പോൾ ഇന്നിട്ടിട്ട് വർക്ക് ആവുന്നില്ലോ എന്നൊക്കെ തോന്നുന്ന സമയത്തും ഒക്കെ ഐ ഓൾവേസ്, അപ്പോൾ ഞാനും ഫോളോ ചെയ്യുന്ന ഇതുപോലെയൊക്കെയുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുടെയൊക്കെ. അപ്പം ഐ നോ സിൻസ് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ അപ്കമിങ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഹൂ ഇസ് ആക്ച്വലി സ്റ്റക്ക്. ഈ സ്റ്റക്ക് എന്ന് പറയുന്ന സംഭവം ഇനി അഗെയിൻ അടുത്ത 2 തരത്തിലുള്ള സ്റ്റക്ക് ഉണ്ട്. ഈ ക്രിയേറ്റീവ് സംഭവത്തിലൊരു ബ്ലോക്ക് എന്നുള്ള സ്റ്റക്കും അങ്ങനെ ഇതായിട്ട് നിൽക്കാറുണ്ട്. ഇനി അതിനപ്പുറം ഈ ദ ബാക്ക്ഗ്രൗണ്ട് യു കം ഫ്രം കൈൻഡ് ഓഫ് ഒരു സ്ട്രഗിൾ സ്റ്റക്ക് വരാറുണ്ട് ആൾക്കാർക്ക്. അതായത് ലെറ്റ്സ് സേ ഞാൻ കൂടുതൽ കേൾക്കുന്നതും എൻ്റെ ഉള്ളിലൂടെ പോകുന്ന കോണ്ടന്റിലെല്ലാം ഇറ്റ്സ് ബേസ്ഡ് ഔട്ട് ഓഫ് ദ ട്രോമാസ് ദാറ്റ് ഐ ഹാവ് ഗോൺ ത്രൂ എൻ്റെ ഇതിൽ. അപ്പം ഞാൻ ചെയ്യണോ, പക്ഷേ ഇതിലൂടെ എനിക്ക് കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ട് കുറച്ച് ഹ്യൂമറൊക്കെ കൊടുത്ത് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ള ഇതുകൊണ്ട് ഇതുപോലത്തെ പല ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവും. അപ്പം അവർ ഫേസ് ചെയ്യുന്ന പല തരത്തിലാണ് അവർ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പല തരത്തിലുള്ള, ഇപ്പം ഞാനൊരു ജസ്റ്റ് ഒരു 2 എക്സാമ്പിൾ ഇട്ടു എന്നുള്ളത്, ഇങ്ങനെ 2 മാത്രമല്ല ഞാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, പല ആൾക്കാർ, ഇവരെയൊക്കെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന അപ്കമിങ് ടാലന്റ് ഹെഡിന് പറയാൻ അല്ലെങ്കിൽ ഉള്ള ഒരു കുറച്ച് അഡ്വൈസുകളുണ്ടോ? ബേസിക്കലി അഡ്വൈസുകളൊന്നുമില്ല. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഈ 2 സാധനങ്ങൾ പറഞ്ഞല്ലോ. ഒന്നാമത്തത് ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ആൾക്കാർ എന്തായാലും വിചാരിക്കും, അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പ്രൊഫൈൽ പബ്ലിക്കാണ്. ഇപ്പം നമ്മളിപ്പോൾ അതിന് സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. നമ്മൾ സ്റ്റേജിൽ കയറി നമ്മൾ ഡാൻസ് കളിക്കുകയാണ്, നമ്മളൊരു പാട്ട് പാടുകയാണ്, നമ്മളൊരു സ്കിറ്റ് ചെയ്യുകയാണ്, എന്താണെങ്കിലും താഴെ ഇരിക്കുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ നോക്കിയിട്ട് ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. സെയിം തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു കോണ്ടന്റ് കൊടുക്കുമ്പോൾ, ഒരു വീഡിയോ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ബേസിക് ആയിട്ട് സംഭവിക്കുന്നത് അത് തന്നെയാണ്. നമ്മളിത് ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവർക്ക് ചിരിക്കാം, അവർക്ക് കരയാം, അവർക്ക് വേണമെങ്കിൽ ചീത്ത പറയാം, അവർക്ക് താഴെ പറയാം ഇത് മോശമാണ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങളിത് ചെയ്യരുത്, അങ്ങനെയൊക്കെ പലതും പറയാം. അപ്പം ഇതിൻ്റെ ബേസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഷുഡ് ബി റെഡി ഫോർ ക്രിറ്റിസിസം. വി ഷുഡ് ബി റെഡി ഇൻ എ വേ ദാറ്റ് ആൾക്കാരിത് നമ്മളെ ഏറ്റവും വേസ്റ്റ് ആയിട്ട് പറയും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇടുക. അപ്പോഴത്തേക്ക് കുറച്ച് നല്ല കമൻറ്റ്സ് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അപ്പോൾ അത്ര കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നും. പിന്നെ രണ്ടാമത്തെ ഈ പറഞ്ഞ മറ്റു സാധനം, അതായത് ഇത് ചെയ്താൽ വർക്കാവുമോ എന്ന് തോന്നുന്നത്, അതായത് എൻ്റെ ഉള്ള കോണ്ടന്റ് ഇതാണ്, ഞാൻ ഇങ്ങനെ ചെയ്താൽ ഹിറ്റാവുമോ അല്ലെങ്കിൽ വർക്കാവുമോ എന്നുള്ള സംശയം ഐ ഫീൽ ലൈക്ക് നമ്മളത് ആ വീഡിയോസ് കൊടുത്തു തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ അങ്ങനത്തെ ഓഡിയൻസ് വന്നു തുടങ്ങും. ഇപ്പോൾ എൻ്റെ പേജിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു ഫാഷൻ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അവിടെ പുള്ളിക്കാരിയോ പുള്ളിക്കാരനോ ഫോളോ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫാഷൻ നോക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരായിരിക്കും. ആൻഡ് ഇതുപോലെ തന്നെ ഇപ്പം നാഷണലി നോക്കുകയാണെങ്കിൽ ധ്രുവ് രാഠി ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങൾ കേൾക്കാൻ വേണ്ടിയുള്ള ഓഡിയൻസാണ്. സോ ഐ ഫീൽ ഇപ്പോൾ മീഡിയ അങ്ങനത്തെ ഒരു കോണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഓഡിയൻസ് അവിടെ വരും, ദേ വിൽ കം ദർ. ആൻഡ് ദെൻ അത് താല്പര്യമില്ലാത്ത ആൾക്കാരെ അൺഫോളോ ചെയ്ത് പോകും. അപ്പം അതിപ്പോൾ എന്ത് കോണ്ടന്റ് നമ്മൾ കൊടുക്കാനാണെങ്കിലും ഇറ്റ് വിൽ വർക്ക്. ദർ ഇസ് എ യൂട്യൂബ് പേജ്, പിള്ളേരുടെ ടോയ്സ് റിവ്യൂ ചെയ്യണ ഒരു യൂട്യൂബ് പേജ് ഉണ്ട്, ഭയങ്കര സൂപ്പറാണ്. അതായത് പുള്ളിക്കാരൻ വീട്ടിൽ വന്ന് കളിപ്പാട്ടം മേടിച്ചുകൊണ്ട് വരും,
പുറത്തെടുക്കും, ഇതാണ് കാറ്, ഇങ്ങനെ വർക്കാവും. എന്ത് സബ്സ്ക്രൈബേഴ്സാണെന്ന് അറിയോ, മാരക ഹിറ്റ് ചെയ്യാനല്ല അതെന്താ ഇപ്പോൾ അതിനകത്തുള്ള അത്രയ്ക്ക് ഇപ്പം നമുക്ക് തോന്നില്ല. ഇപ്പോൾ എന്താ കളിപ്പാട്ടം മേടിച്ച് ചെയ്താൽ പോരെ, പക്ഷെ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. പക്കയായിട്ട് കളിപ്പാട്ടം മേടിച്ചുകൊണ്ട് വരും, അൺബോക്സ് ചെയ്യും, കാണിക്കും, ഇതാണ്, ഇത് വലിച്ചു വിട്ട കാർ ഇങ്ങനെ പോകും, ഇങ്ങനെയാണ് തോക്കി, ഇങ്ങനെ സൗണ്ട് ഉണ്ട്, ഹിറ്റ് ചെയ്യാനല്ല. അപ്പോൾ അങ്ങനത്തെ വെറൈറ്റി സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഐ സ്റ്റിൽ റിമെമ്പർ സെബൻ മറ്റേ ഫിഷിംഗ് ഫ്രീക്സ് ചാനലുണ്ട്. അത് തുടങ്ങിയ സമയത്തെ ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. പുള്ളിക്കാരൻ ഒരു ആമയുടെ മേളിൽ ഒരു ഗോപ്രോ വെച്ചിട്ട് വെള്ളത്തിന്റെ അടിക്കണം, അത് വൈറൽ സംഭവമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഫിഷിംഗ് ചെയ്യുന്ന ഒരു ചാനലും എന്ത് തേങ്ങയത്, പക്ഷേ he grew so much. അപ്പം ഐ ബിലീവ് എവറി ഐഡിയ ഈസ് എ ന്യൂ ഐഡിയ, എവറി ഐഡിയ ഈസ് സംതിങ് ഇൻ ഇറ്റ്സ് ഓൺ ഫോം. അതുകൊണ്ട് ഐ ബിലീവ് ലെറ്റ്സ് ഡു ഇറ്റ്. അതേ ഇതിൽ ഒരു ചോദ്യം അല്ലെ ഒരു ടോപ്പിക്ക് ഓഡിയൻസ് സജസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ എന്ന് തോന്നിയിരിക്കുന്ന എന്നുവെച്ചാൽ ഇപ്പം ആഫ്റ്റർ യുവർ ഇൻട്രാക്ഷൻസ് വിത്ത് യുവർ ഓഡിയൻസ് ഓക്കെ അപ്പം നിങ്ങൾ അല്ലെങ്കിൽ ഓഡിയൻസിൽ നിന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ചില റീലുകൾ അതേതൊക്കെയാ, അല്ലെങ്കിൽ അത് ആ ഒരു ഓഡിയൻസ് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു കോൺവെർസേഷൻ നടക്കും, ആ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുന്ന ഒരു കോണ്ടന്റ്, അതിന്റെ ഒരു പ്രോസസ്സും അതിന്റെ ഒരു സംഭവം ഹിറ്റ് ആവുന്നു അല്ല അതിന്റെ ഒരു ബാക്കി ഐ ബിലീവ് ഓഡിയൻസ് സജസ്റ്റ് ചെയ്ത കോണ്ടന്റ് ആണ് കൂടുതൽ എൻ്റെ ഉള്ളത്. കാരണം ഇതിങ്ങനെ ഇടുമ്പോൾ സത്യം ഞാൻ പറയട്ടെ, കാരണം ഒരുപാട് പേര് ഈ കോണ്ടന്റ്സ് കാണുമ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ് അയച്ചു തരും. മെസ്സേജ് അയച്ച് പറയും, ബ്രോ ഇന്നലെ വീട്ടിൽ നടന്ന സംഭവം ഇതാണ്, ബ്രോ ഇനി ഇത് വെച്ച് കോണ്ടന്റ് ആക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും, സത്യമായിട്ട്. അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും, ബ്രോ നമുക്ക് നോക്കാം ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ എഴുതിയിടും. ഇപ്പോൾ എൻ്റെ തന്നെ എൻ്റെ ഫോണിൽ ദർ ഇസ് ഒരു സാധനം കോൾഡ്, ഞാൻ കോണ്ടന്റ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും ഇതെല്ലാം കോണ്ടന്റ് ആണ് എൻ്റെ, ഇതെല്ലാം ടോപ്പിക്സ് ആണ് എൻ്റെ, ഇതെല്ലാം എൻ്റെ ടോപ്പിക്സ്. യെസ്, ഇറ്റ്സ് ജസ്റ്റ് മീ, ഞാൻ മാത്രമേ ഉള്ളൂ ആ ഗ്രൂപ്പിൽ. അപ്പം ഞാൻ തന്നെ ഇതുപോലത്തെ ത്രെഡ് വരുമ്പോഴത്തേക്ക് കോപ്പി ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടിടും. എന്നിട്ട് ഐ ഡെവലപ്പ് ദിസ്, എനിക്ക് പറ്റുമ്പോൾ ഐ ഫീൽ ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ ഞാൻ എന്തായാലും ഡെവലപ്പ് ചെയ്തെടുക്കും. ആൻഡ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവർ പറയും, ഞാനിവിടെ കോപ്പി ഇടും, എനിക്ക് സമയമുള്ള സമയത്ത് ഞാൻ ആലോചിക്കും ഇതിൻ്റെ സിനാരിയോസ് ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ട് ഞാൻ ഫൈനലി ഇത് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അവർക്ക് ഈ റീൽ അയച്ചു കൊടുക്കും. ഗൈസ് അഗൈൻ യുവർ ഇൻഫ്ലുവൻസ് ഈസ് സോ ഹ്യൂജ്. സീ എത്ര ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത് നിങ്ങൾ, വെരി ഹ്യൂജ്. ഇപ്പം യു ഹാവ് നോ ഐഡിയ. കാരണം ഇപ്പം നമ്മൾക്ക് തന്നെ നമ്മൾ റേഡിയോയിലും ടി വിയിലൊക്കെ നമുക്ക് ട്രെയിനിങ് കിട്ടിയ സമയത്ത് പറഞ്ഞത് ഒരു ഇനീഷ്യൽ സമയത്തുള്ള കോണ്ടന്റ്സ് മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി, പിന്നെയുള്ള കോണ്ടന്റ്സ് എല്ലാം ആൾക്കാർ തരും എന്നാണ് പറഞ്ഞത്. കാരണം ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് കോണ്ടന്റ് എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പം അത് തന്നെയാണ് ഞാൻ ഏറെക്കുറെ ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ കോപ്പി ഇട്ടിരിക്കുന്ന മിക്ക കണ്ടന്റ്സും ആൾക്കാർ എനിക്ക് അയച്ചു തരുന്നുണ്ട്, ബ്രോ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്, സ്കൂളിൽ ഇതിൻ്റെ സാധനം ചെയ്യാൻ പറ്റുമോ, അമ്മ വഴക്ക് പറയുന്ന ഇപ്പം അതിൽ ഞാൻ ഓൾറെഡി ചെയ്ത കോണ്ടന്റ് ആണെങ്കിൽ ഞാൻ അവരുടെ DM റിപ്ലൈ ചെയ്യും, ബ്രോ ഞാൻ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ടോ എന്ന് കയറി നോക്കിയാൽ മതി എന്ന് റിപ്ലൈ ചെയ്യും. അപ്പം ഐ ബിലീവ് ഇതിൻ്റെ ഏറ്റവും ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് കൂടുതലും ഈ പേജിന് കൊണ്ടുപോകുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ദ റീസൺ അവരോട് തന്നെയാണ് കടപ്പാടും ഉള്ളത്. കണ്ടില്ല, ദാറ്റ്സ് ദ മോസ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ. കാരണം ഞാനും അതെ നമ്മളെന്നും എന്താ പറയുക, നമ്മളും ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ട, നിങ്ങൾ ആരാ ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുമ്പോൾ പോലും ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ല, പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഇൻ്റർവ്യൂയിങ് ഓൾസോ എല്ലാവരും ചോദിക്കും, യോ മീര എനിവേ യു ആർ എൻ്റർടൈനിങ്, പിന്നെ മൂവീസ് മാത്രം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു നോ, നോട്ട് അറ്റ് ഓൾ. മൈ പ്ലാൻ ഇസ് ടു ലൈക്ക് ഇൻ്റർവ്യൂ പീപ്പിൾ ഹൂ ആക്ച്വലി ബ്രിങ്സ് ഔട്ട് ഗുഡ് കോണ്ടന്റ്, ഒരു അല്ലെങ്കിൽ ജെനുവിൻലി ഇതിൽ ത്രൈവ് ചെയ്ത് പിന്നെ സ്ട്രഗിൾ എന്ന് മാത്രമല്ല പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ, അത് ബിയോണ്ട് ഒരു ഇതിൽ പോകണം എന്നാഗ്രഹിക്കുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ടാണ് ഞാൻ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് ഞാൻ മുന്നോട്ടേക്ക് എത്തിക്കുന്നത്. ദാറ്റ് ഇസ് മൈ എൻ്റെ ഇനീഷ്യൽ പ്ലാൻ. പക്ഷേ മോർ ഐ ഗോ ഫോർവേഡ് ഐ മൈറ്റ് ലൈക്ക് പീപ്പിൾ വിൽ ബി കമ്മിങ് ലൈക്ക് നിങ്ങൾ ആ ഒരു വ്യക്തി എടുക്കുമോ, ആൻഡ് ഇഫ് യു ഹാവ് ലൈക്ക് ഗുഡ് ഇന്റൻഷൻ ഐ വിൽ ബി ലൈക്ക് മേ ബി വൈ നോട്ട് എന്നുള്ളതാണ്. അപ്പം ഞാനും ഐ ഓൾസോ തിങ്ക് ലൈക്ക് ഓക്കെ ലെറ്റ് മീ ട്രൈ കണക്ടിങ് ദിസ് പേഴ്സൺ എന്നുള്ളത് നമ്മളും വിചാരിക്കും. സോ ആസ് വി വെർ ലൈക്ക് മെൻഷനിങ് ഓൾ ദിസ് ടൈം വൈ ലൈക്ക് യുവർ മെസ്സേജ് ഓർ യുവർ കോണ്ടന്റ് യുവർ സജഷൻ മാറ്റേഴ്സ്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ടത്. ലൈക്ക് ഗോകുൽ പുട്ടിങ് ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി നിങ്ങളുടെ മെസ്സേജസ് ഫോർവേഡ് ചെയ്ത് കോണ്ടന്റിൽ നിങ്ങളുടെ ഇതിലേക്ക് എത്തിക്കുന്നത്. സോ അതിനോളം വലിയൊരു ഇതെനിക്ക് എങ്ങനെ ഇതിൽ കൂടുതൽ എക്സാമ്പിൾ ആയിട്ട് എനിക്ക് കാണിക്കാനേ ഇല്ല. അതിനേക്കാൾ ഞാൻ ഒരു സംഭവം പറയാം. എൻ്റെ അച്ഛൻ ക്യാരക്ടർ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി എൻ്റെ ഓഡിയൻസ് ഡെവലപ്പ് ചെയ്തെടുത്ത ക്യാരക്ടറാണ്. അതായത് അത് എൻ്റെ അച്ഛൻ ക്യാരക്ടറിന് ആദ്യം കോസ്റ്റ്യൂം ഇല്ലായിരുന്നു, അതൊരു ഫിൽറ്റർ ആയിരുന്നു, സ്നാപ്ചാറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചു, ബ്രോ അമ്മയ്ക്കൊരു കോസ്റ്റ്യൂം ഉണ്ടല്ലോ, അച്ഛൻ എന്താ കോസ്റ്റ്യൂം ഇല്ലാത്ത? അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പോൾ ഇട്ടിട്ട് അച്ഛൻ്റെ ഉടുപ്പ് എങ്ങനെ ആയിരിക്കണം, എന്തായിരിക്കണം അടിവസ്ത്രം, എന്തായിരിക്കണം മേത്ത്, എന്തൊക്കെ ഉണ്ടായിരിക്കണം, അവർ ക്യൂറേറ്റ് ചെയ്തെടുത്ത കോസ്റ്റ്യൂമാണ്
ഞാൻ ഇന്ന് ഉണ്ടാക്കിയെടുക്കണം. അവർ പറഞ്ഞു ബ്രോ ഒരു ബ്ലൂ കോസ്റ്റ്യൂം ആയിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കും, വര ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, മുണ്ടെടുത്താൽ മതി, കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ആദ്യം അവരോട് അങ്ങോട്ട് ചോദിച്ചു, എന്നാൽ ബനിയൻ മാത്രം ആക്കിയാലോ? അവർ പറഞ്ഞു അത് വേണ്ട ബ്രോ, ടീഷർട്ട് കിടന്നോട്ടെ, ഒരു നരമുടി, ഒരു കണ്ണാടി ഇരുന്നോട്ടെ, ഒരു ഫോൺ ഇരുന്നോട്ടെ, അങ്ങനത്തെ എല്ലാ ഫോൺ ആ പോക്കറ്റിൽ ഇരിക്കുന്നതാണ് അതിന്റെ ഹൈലൈറ്റ്. അപ്പം ഈ ഒരു ക്യാരക്ടറിനെ തന്നെ എൻ്റെ ഓഡിയൻസ് ആണ് ക്യൂറേറ്റ് ചെയ്തെടുത്തത്. അപ്പം അതിലും കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഹൗ ഐ ക്യാൻ ടേക്ക് ദെയർ ഹെൽപ്പ്. അപ്പം ഒരു കംപ്ലീറ്റ്ലി ഇന്ററാക്റ്റീവ് സാധനമായിട്ട് പോകുമ്പോഴത്തേക്ക് ഐ ഫീൽ ദ ചാനൽ വിൽ ബി എ ബിഗ് ഹിറ്റ്. കറക്റ്റ്, വെരി ട്രൂ. ഇനി നമുക്ക് കുറച്ച് ക്വിക്ക് ഒരു സെഷനിലേക്ക് പോവാം. ഞാൻ പെട്ടെന്നോടൊന്ന് ചോദ്യങ്ങൾ പറയും, ചോദ്യങ്ങൾ ചോദിക്കും, അത്രയും പെട്ടെന്ന് നമുക്ക് ഉത്തരങ്ങൾ പറയാം. ഓക്കെ. ഇതുവരെ ഗൂഗിളിൽ കണ്ടിട്ടില്ലാത്ത ഒരു കഴിവ്, ഒരു ടാലന്റ്, ഓഡിയൻസ് കണ്ടിട്ടില്ലാത്തൊരു ടാലന്റ്, ഹിഡൻ ടാലന്റ് എന്നൊക്കെ ഉണ്ടെന്നാണോ? ഉള്ളത് കണ്ടിട്ടില്ലാത്തത്, ഉള്ള ടാലന്റ് കണ്ടിട്ടില്ലാത്തത്. ഞാൻ മിമിക്രി ചെയ്യും. പക്ഷെ അത് ഇപ്പൊ കുറച്ച് കുറവാണ്. പക്ഷെ ഞാൻ അതൊരു ചെയ്തിട്ടില്ല. എപ്പോഴെങ്കിലും വീഡിയോയിൽ ചെയ്യണമെന്നുണ്ട് എനിക്ക്. അപ്പൊ അതൊരു ഹിഡൻ ടാലന്റ് ആണ്. ഞാൻ എപ്പോഴെങ്കിലും ചെയ്യും, ഇപ്പൊ ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നില്ല ഗൈസ്. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ അത് ചെയ്യാതായി. ഞാൻ പിന്നെ ചെയ്യാതായി പിന്നെ ടച്ച് വിട്ടുപോയി. പക്ഷെ ഇപ്പം വല്ലപ്പോഴും ഫ്രണ്ട്സോ അടുത്ത ആൾക്കാരെ കൂടുമ്പോൾ വെറുതെ ചെയ്യും. പക്ഷെ അത് പാളിപ്പോവാനാണ് മിക്കപ്പോഴും. പക്ഷെ അതിന് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുണ്ട്. അപ്പൊ ആ ടാലന്റ് ഞാൻ എന്താ ഇപ്പോഴും കൂട്ടും. അപ്പം അത് ഉടനെ നമുക്ക് കാണാം ഗൈസ്. അതെന്നുവെച്ചാൽ മിമിക്രി ഒക്കെ ഈ നിന്ന് പോകുന്ന ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സംഭവമാണല്ലോ മൈ മിമിക്രി അങ്ങനെ. ദാറ്റ്സ് നൈസ്, ആക്ച്വലി ദാറ്റ്സ് നൈസ് കേട്ടോ. ചെയ്യണം അത്. നമ്മൾ വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ. ഇനി ഇതുവരെ ചെയ്തിരിക്കുന്ന കുറച്ചൊരു നീഷ് സംഭവങ്ങളുണ്ടല്ലോ, ഗൂഗിളിന്റെ നീഷ് സംഭവങ്ങൾ, അതിൽ നിന്നല്ലാണ്ട് ഇത് നല്ലതാണ്, ഇതെനിക്ക് ചെയ്യണം പക്ഷെ എനിക്കുള്ള ഒരു ഗട്ട്സ് ഇല്ല ചെയ്യാൻ എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ ആക്ച്വലി എഴുതി വെച്ചതിലുമുണ്ട്. ഇപ്പം എനിക്ക് അതിൽ കുറച്ച് എന്താ പറയുക, കോമഡി സയൻസ് ഫിക്ഷൻ സാധനങ്ങൾ ചെയ്യണം എന്ന് എനിക്കുണ്ട്. അതായത് സയൻസ് ഫിക്ഷൻ പോലത്തെ കോമഡി സാധനങ്ങൾ കുറച്ച് ചെയ്യണം എന്നുണ്ട്. പിന്നെ കുറച്ച് കോണ്ടൻസ് ഇപ്പം പുറത്തൊക്കെ ഉള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന പോലെ. പക്ഷെ ഇത് ആൾക്കാർക്ക് മനസ്സിലാവും എന്നുള്ള ബുദ്ധിമുട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. അതായത് ഇപ്പൊ നമ്മളൊരു അതെ, കാരണം നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ നീഷ് ഇതാക്കി നമ്മൾ ഒരു കോണ്ടന്റ് കൊടുക്കുമ്പോഴത്തേക്ക് വേണ്ട ബ്രോ, വീണ്ടും അമ്മയുടെ വീഡിയോ വേണം, അമ്മയുടെ വീഡിയോ എനിക്ക് തന്നെ ഇടയ്ക്ക് കേൾക്കുമ്പോഴത്തേക്ക് ചില പുതിയ കോണ്ടന്റ് കൊടുക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ബ്രോ പക്ഷേ എനിക്ക് ബ്രോൻ്റെ അമ്മ ക്യാരക്ടറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം, അതാണ് എനിക്ക് ഇഷ്ടം. അപ്പം നമ്മൾ പുതിയ സാധനം കൊടുക്കാൻ നമ്മൾ വീണ്ടും മടിക്കും. കാരണം നമുക്ക് തന്നെ അടുത്ത വേണ്ട എന്തിനാന്ന് തോന്നും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ എന്താ പറയുക, പക്ഷേ ഗൂഗിൾ എൻ്റെ ഒരു ടാഗ് പോകുന്നു എന്നുള്ളൊരു ഭയം ഉള്ളിലുള്ളതും കൂടെ കൊണ്ടാണോ? ആവാം, അതും ഒരു വലിയൊരു പോയിന്റാണ്. കാരണം ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ പിന്നെ പഴയ ആൾക്കാർ എന്നെ അങ്ങ് മറക്കും ആൾക്കാർ എന്നുള്ള സാധനം ഒരു പോയിന്റും ആവാം കേട്ടോ. പിന്നെ ഇത് ഹിറ്റായില്ലെങ്കിലോ ടെൻഷനും കാണുമല്ലോ നമുക്ക്. അതായത് ഇത് വർക്ക് ആയില്ലെങ്കിലോ എന്നുള്ള ടെൻഷൻ ഉണ്ട്. പക്ഷേ ടു ടെൽ യു ദ ട്രൂത്ത്, ഞാനത് ഒരു പോയിന്റ് വരെ ഞാനത് നോക്കാറില്ല. ഞാൻ ഒരുപാട് എന്താ പറയുക രീതികളിൽ ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്യും. അച്ഛൻ ക്യാരക്ടറുണ്ട്, അമ്മ ക്യാരക്ടറുണ്ട്, ടീച്ചർ ക്യാരക്ടറുണ്ട്, രാജലക്ഷ്മി ഉണ്ട്, വേറൊരു ക്യാരക്ടറുണ്ട്, അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടറുണ്ട്. അത് പോരാതെ ഞാൻ ഇടയ്ക്ക് മ്യൂസിക് കോണ്ടന്റും ചെയ്യും. അതായത് ഓൺ വോയിസ് സൗണ്ട് ഇല്ലാത്ത കോണ്ടന്റ്സും ഞാൻ ചെയ്യും. സ്കൂൾ പോലെ അങ്ങനത്തെ കുറച്ച് കോണ്ടന്റും ചെയ്യും. അപ്പം ഇത്രയും ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഞാൻ ഒരു മെറ്റയുടെ ഒരു മീറ്റപ്പിന് പോയപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഒരാളോട് ചോദിച്ചു, എനിക്ക് ശേഷം തുടങ്ങിയ കുറച്ച് ക്രിയേറ്റേഴ്സ് എന്നെക്കാളും ഫോളോവേഴ്സ് ഉണ്ട്, അപ്പം അതെന്തുകൊണ്ടാണ് അവരെങ്ങനെ കയറിപ്പോയെന്ന് ഞാൻ ചോദിച്ചു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ഗൂഗിൾ ചെയ്യുന്ന നീഷ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഒരുപാട് സാധനങ്ങൾ റൗണ്ടപ്പ് ചെയ്യുന്നുണ്ട്. അമ്മ ക്യാരക്ടർ, അച്ഛൻ ക്യാരക്ടർ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം ഗൂഗിളിനെ ഫോളോ ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സാധനം കണ്ട് ഫോളോ ചെയ്യുന്ന ഓഡിയൻസ് ആയിരിക്കില്ല. ഈ കയറിപ്പോയ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒറ്റ സാധനമേ കാണുള്ളൂ. അപ്പം ഈ ഒറ്റ സാധനം ചെയ്യുന്നതിന് വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഓഡിയൻസ് വന്നുകൊണ്ടിരിക്കും. പടപടപടപടപട ഈ ഒരു ഒറ്റ ടാർഗറ്റ് സാധനമായിരിക്കും. മനസ്സിലായില്ലേ? ആ ഒരു സാധനം മാത്രമായിരിക്കും. പക്ഷെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ പോസിബിലിറ്റി വളരെ കുറവാണ്. നമ്മൾ എവിടെയാണ് ഉൾപ്പെടുത്തുന്ന ആൾക്ക് മനസ്സിലാവില്ല. ഇയാൾ ടീച്ചറിൻ്റെ വീഡിയോസ് മാത്രമേ ചെയ്യുള്ളൂ, അല്ല. ഇയാൾ അമ്മയുടെ വീഡിയോസ് മാത്രമേ ചെയ്യുള്ളൂ, അല്ല. ഇയാൾ അച്ഛൻ്റെ വീഡിയോസ് മാത്രമേ ചെയ്യുള്ളൂ, അല്ല. അപ്പോൾ ഇയാൾ ഒരുപാട് സാധനങ്ങൾ ചെയ്യുന്നത് മനസ്സിലാണ്. അപ്പം നമ്മൾ എന്തിനായിരിക്കും ഇയാളെ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന ആൾക്കാരൊരു ആലോചന വരും. പക്ഷേ ഇപ്പം മീര ചെയ്യുന്ന ഒരു ഫോൺ റിവ്യൂ ആണെന്ന് വിചാരിച്ചോ, ഫോൺ മാത്രമേ റിവ്യൂ ചെയ്യുള്ളൂ. അപ്പോൾ ഫോൺ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഇയാൾ ഫോളോ ചെയ്യുക, അത്രയാണ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരുപാട് ഹ്യൂജ് ജോൺറ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് ഗ്രോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതൊന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ് യു റൈറ്റ്ലി സെഡ്, അത് അങ്ങനെയുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഒന്ന് ഗ്രോ ചെയ്യാൻ ഒരു സമയം കൂടുതൽ എടുക്കുമായിരിക്കും. പക്ഷെ അങ്ങനെയുള്ളത് വരിക എന്ന് പറയുന്നതിനകത്തല്ലേ കൂടുതൽ ക്രിയേറ്റിവിറ്റി, ടാലന്റ് ഒക്കെ ഉള്ളത്, ചലഞ്ച് കിടക്കുന്നതൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് പക്ഷെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ആൾക്കാർക്ക് അത് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, അതില്ല. പക്ഷെ എനിക്ക് അമ്മയുടെ കാര്യം ആലോചിച്ചിരിക്കാൻ ഇവനുണ്ട്, അതെ. അച്ഛൻ്റെ കാര്യം പറഞ്ഞ്. പക്ഷെ എനിക്ക് അച്ഛൻ ക്യാരക്ടറിന് ഇഷ്ടമല്ല. പിന്നെ ഞാൻ അവനാണെങ്കിൽ എപ്പോഴും അമ്മയുടെ വീഡിയോ ഇടുന്നുമില്ല.
പിന്നെ ഞാൻ അവൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഇവൻ നാളെ എന്ന് അവൻ അമ്മയുടെ വീഡിയോ ഇടുമോ എന്നാൽ ഞാൻ അവനെ ഫോളോ ചെയ്യാം. അങ്ങനെ ആലോചിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു ടാസ്ക്കാണ്, നമുക്ക് ചാലഞ്ച് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ കോണ്ടന്റ് ക്രിയേറ്റിംഗ് ചെയ്യുമ്പോഴേ ഒരുപാട് ഇൻസിഡൻസ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു പോലും, അതിലേറ്റവും ഫണ്ണിയസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചസ്റ്റ് സംഭവം നടന്നിട്ടുള്ളത് ഷെയർ ചെയ്യാം. കോണ്ടന്റ് ക്രിയേഷനിലാണോ അതോ ഞാൻ ക്രിയേറ്റർ ആയതിനു ശേഷമുള്ളതാണോ? കോണ്ടന്റ് ക്രിയേഷനിൽ നടന്നത്, ഞാൻ ആദ്യമായിട്ട് എൻ്റെ അമ്മ കോസ്റ്റ്യൂം ഇട്ട് മൈജിയുടെ ഷോറൂമിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയതാണ് എൻ്റെ ലൈഫിൽ. കാരണം മൈജി അപ്രോച്ച് ചെയ്തപ്പോൾ മൈജി പറഞ്ഞു അമ്മ ക്യാരക്ടറിനെ വെച്ച് തന്നെ ചെയ്യണം, പക്ഷെ അവർക്ക് ഷോറൂമിൽ വെച്ച് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എത്ര ഇത് ചെയ്തിട്ട് എനിക്ക് അമ്മയുടെ ആ ചുരിദാർ ഇട്ട് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ളൊരു ധൈര്യം അങ്ങോട്ട് വരുന്നില്ല. പക്ഷെ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി. എന്നിട്ട് ഞാൻ മൈജിയുടെ ഷോറൂമിൽ പോയി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഷോറൂം അത് അല്ലല്ല അവിടെ ഇട്ടിട്ടാണ് ചെന്ന് ഡ്രസ്സ് മാറ്റിയത്. പക്ഷെ ഞാൻ അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്തേക്ക് ആൾക്കാർക്ക് ചുരിദാർ ഇട്ടിട്ട് ഇയാൾക്ക് താടി, ഇയാൾ ആരാ, അപ്പൊ ആ ഒരു സാധനം ഭയങ്കര ഒരു അതായിരുന്നു, ഭയങ്കര ഒരു ചമ്മലായിരുന്നു. പക്ഷെ അത് ഞാൻ ഓവർകം ചെയ്തു. പിന്നെ 2-3 ഷൂട്ടൊക്കെ ഞാൻ പുറത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം അതുണ്ട്, അതാണ് എൻ്റെ ലൈഫിൽ എന്നെ സംബന്ധിച്ചൊരു ഞാനൊരു ഒരു കോണ്ടന്റ് ക്രിയേറ്ററുമായിട്ട് നോക്കിക്കാണുന്ന കോണ്ടന്റ് ക്രിയേറ്റർ ദാറ്റ് യു ലുക്ക് അപ്പ് ടു, അത് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പറയും തന്മയൊക്കെ ഉണ്ട്, തന്മയ ഭട്ടുണ്ട്, ബിയൂനിക്കുണ്ട്, അങ്ങനത്തെ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇപ്പം വലിയ വലിയ ആഗ്രഹങ്ങളാണ്. നമ്മളങ്ങനെ വലിയ ആഗ്രഹങ്ങൾ വെച്ചാലേ നമുക്ക് അതെ. അപ്പൊ നമ്മൾ അങ്ങനെ വലിയ ആഗ്രഹങ്ങൾ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും എപ്പോഴെങ്കിലും നമ്മൾ എത്താൻ പറ്റുമായിരിക്കും. ഇപ്പം ബിയൂനിക്കും തന്മയും എന്റെ ഒരു കണ്ടന്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കണ്ടന്റ് ലൈക്ക് ചെയ്യുന്നു. അപ്പൊ എനിക്ക് അത് അവർ ഒരു കോണ്ടന്റ് ലൈക്ക് ചെയ്തപ്പോ തന്നെ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കത് ഭയങ്കര അതായിരുന്നു, അച്ചീവ്മെന്റ് ആയിരുന്നു. കാരണം അവരുടെ കയ്യിലോട്ട് അവരുടെ ഫോണിലോട്ട് നമ്മുടെ വീഡിയോ എത്തുന്നുണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള റെക്കഗ്നീഷൻ ആയിരുന്നു. അപ്പൊ ഐ ബിലീവ് അവരുടെ കൂടെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ റിയലി ഹ്യൂജ് തിങ്. അത് ഉറപ്പായിട്ടും സാധിക്കട്ടെ. നമുക്ക് മുംബൈയിലൊക്കെ നമുക്ക് ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള, ബാംഗ്ലൂരിൽ മുംബൈയിലൊക്കെ നമുക്ക് ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നുകൊണ്ടും പേടിക്കണം. നമ്മൾ എന്നും വി ആർ ഓൾവേസ് അപ്പ് ഫോർ കൊളാബറേഷൻ, അല്ലെങ്കിൽ എന്നും അങ്ങനെയൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആണെങ്കിലും ഗൂഗിളിനെ പോലെയുള്ള ഒരുപാട് നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് ഇങ്ങനെ ഹെൽപ്പ് ഔട്ട് ചെയ്യാനും മനസ്സറിഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു തരാനും ഒക്കെയുള്ള ഇഷ്ടംപോലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ആൻഡ് ഗൂഗിൾ ഐ എം സോ ഹാപ്പി ദാറ്റ് ദിസ് ഹാപ്പൻഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓവർ. അത് ഏതൊക്കെ അളവിൽ എന്നുള്ളത് ഗൂഗിളിന് കറക്റ്റ് ആയിട്ടുള്ളത് അറിയാം. കാരണം Thank you so much. Yes, thank you so much for coming again and again. ഞാൻ ഇത് പറയുന്നു, thank you so much for having this, and then this thing what you're doing is a wonderful thing. ഇതൊരു പുതിയ സ്റ്റാർട്ട് ആവട്ടെ with 2025. അടുത്ത കൊല്ലം ആവുമ്പോഴത്തേക്ക് അടുത്ത ജാനില് let this hit 1 million and അടുത്ത manifesting guys. വീണ്ടും I'll be back as a part 2 guest. അന്ന് ഞാൻ മീരയുടെ സാധനം പറയും. അന്ന് ഞാൻ 2025 ജാനുവരിയിൽ ഞാൻ പറഞ്ഞില്ലേ എന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ പറയും. ഓബ്വിയസ്ലി അത് നടക്കട്ടെ, ടച്ച് വുഡ്, അത് ഫിംഗേഴ്സ് ക്രോസ്ഡ്. പക്ഷേ ഗൂഗിളിന് ഈ പറഞ്ഞ പോലത്തെ ഒരുപാട് ആഗ്രഹങ്ങൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് എനിക്ക് അറിയാവുന്നിടത്തോളം വെച്ചിട്ട്. സോ അതൊക്കെ നടക്കട്ടെ, സ്വപ്നങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്തതൊക്കെ അതെങ്ങനെ തന്നെ വിഷ്വലൈസ് ജീവിതത്തിൽ നടക്കട്ടെ. താങ്ക് യു സോ മച്ച്. Thank you so much. Thank you for having me.